ഇന്ത്യയുടെ മനസ്സാക്ഷിയെ ആകെ ഞെട്ടിച്ച ഒരുപക്ഷെ നിർഭയ കേസിനു ശേഷം ഇന്ത്യയിലെ ഒരു രാജ്യമൊട്ടാകെ പ്രതിഷേധമിരമ്പിയ ഒരു കേസായിരുന്നു 2024 ഓഗസ്റ്റ് 9 കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഹൗസിംഗ് സർജനായ ജൂനിയർ ഡോക്ടറായ യുവ ഡോക്ടറുടെ ബലാത്സംഗവും കൊലപാതകവും. സെമിനാർ ഹാളിൽ രാത്രിയിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്ന വനിതാ ഡോക്ടറെ പിറ്റേ ദിവസം രാവിലെ കണ്ടെത്തുന്നത് വസ്ത്രങ്ങൾ ഇല്ലാതെ വിവസ്ത്രയായ നിലയിൽ ചോരയൊലിപ്പിച്ച് മരിച്ചുകിടക്കുന്ന നിലയിലാണ്. അവസാനം വലിയ അന്വേഷണങ്ങൾക്കൊടുവിൽ, വലിയ വിവാദങ്ങൾക്കൊടുവിൽ തെളിവ് നശിപ്പിക്കാൻ ആശുപത്രി അധികൃതരടക്കമുള്ളവർ ശ്രമിച്ചു. പ്രിൻസിപ്പളായ സന്ദീപ് ഘോഷിന് അടക്കം എതിരെയുള്ള തെളിവുകളും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും എല്ലാം ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിനൊടുവിൽ സിവിൽ പോലീസ് വളണ്ടിയർ ആയിട്ടുള്ള സഞ്ജയ് റോയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നു. അതിനുശേഷം വിചാരണ, മെഡിക്കൽ കോളേജ് ജൂനിയർ ഡോക്ടർമാരുടെയും വിദ്യാർത്ഥികളുടെയും സമരങ്ങൾ എല്ലാത്തിനും ശേഷം ഇപ്പോൾ വിധി വന്നിരിക്കുകയാണ്. പ്രതി സഞ്ജയ് റോയ്ക്ക് മരണം വരെ ജീവപര്യന്തം, ജീവിതാവസാനം വരെ തടവിൽ കഴിയണം. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന വാദം തള്ളിക്കൊണ്ടാണ് കോടതി കൊൽക്കത്തയിലെ ആശുപത്രിയിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തെല്ലാമായിരുന്നു? കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന വാദം കോടതി തള്ളിയിട്ടുണ്ട്. എന്നാൽ പ്രോസിക്യൂഷൻ എന്തെല്ലാം വാദങ്ങളാണ് പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം എന്ന രീതിയിൽ എന്തെല്ലാം വാദങ്ങളാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്? അതിന് പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ എന്തായിരുന്നു? മറ്റ് വിശദാംശങ്ങൾ. അതുല്യ പറഞ്ഞതുപോലെ തന്നെ കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന കേസിലെ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. 3 മണിയോടുകൂടി 2:55 കൂടിയാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നത്. ജീവിതാന്ത്യം വരെ ജയിലിൽ കഴിയണം, ജീവപര്യന്തം ശിക്ഷയാണ് പ്രതിക്ക് വിധിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിൽ ഒരു കേസിൽ ഇത്രയും ക്രൂരമായി ഒരു യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ ജീവപര്യന്തം എന്നുള്ളത് വലിയ ഒരു ചോദ്യം തന്നെയാണ്. കാരണം CBI അടക്കം അന്വേഷണത്തിൽ ഊന്നി പറഞ്ഞ ഒരു കാര്യമാണ് പ്രതിക്ക് വധശിക്ഷ നടപ്പിലാക്കണം. ഇത്തരത്തിൽ ഒരു യുവ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരു കേസിൽ ഏറ്റവും പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ പ്രതിക്ക് നടപ്പിലാക്കണം എന്നുള്ള ഒരു കാര്യം CBI അടക്കം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സമൂഹത്തിന് മുതൽക്കൂട്ടാവേണ്ട, അല്ലെങ്കിൽ സമൂഹത്തിന് ഇനിയും ഒരുപാട് സേവനങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഡോക്ടറെയാണ് ഇത്തരത്തിൽ കൊന്നുകളഞ്ഞത് എന്നുള്ളൊരു കാര്യം എന്നുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ്. ഉറപ്പായിട്ടും പ്രതിക്ക് വധശിക്ഷ തന്നെ നടപ്പിലാക്കണം എന്നുള്ള ഒരു കാര്യമാണ് CBI ഈ കേസിൽ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അതിനെയെല്ലാം തള്ളിക്കൊണ്ട് ഇപ്പോൾ പ്രതിക്ക് ജീവപര്യന്തം കോടതി ശിക്ഷ വിധിച്ചു എന്നുള്ള ഒരു കാര്യമാണ് പുറത്തു വരുന്നത്. കൊൽക്കത്തയിലെ സിയാൽദ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി അനിർബൻ ദാസ് ആണ് വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ നേരത്തെ തന്നെ പ്രതി കുറ്റക്കാരനാണ് എന്ന കാര്യം കഴിഞ്ഞ ദിവസം തന്നെ വിധി പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ CBI ആവശ്യപ്പെട്ട വധശിക്ഷ തന്നെ നടപ്പിലാക്കണം എന്നുള്ള ഒരു കാര്യം തള്ളിക്കൊണ്ടാണ് പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ ഇപ്പോൾ വിധിച്ചിട്ടുള്ളത്. കൊലപാതകം നടന്ന 162 ദിവസത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ജീവപര്യന്തം ശിക്ഷ എന്നുള്ള ഒരു വിധി നടപ്പാക്കിയത് എന്നുള്ള കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട്. നിർഭയ കേസിന് സമാനമായി തന്നെ പ്രതിക്ക് ശിക്ഷ നൽകണം എന്നുള്ള ഒരു കാര്യം കൂടി പ്രോസിക്യൂഷൻ കഴിഞ്ഞ വാദത്തിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പശ്ചിമ ബംഗാൾ സർക്കാരിനെ വരെ പിടിച്ചുലച്ച ഇത്രയും വലിയ വിമർശനങ്ങളും ഒക്കെ വന്നിട്ടുള്ള ഒരു കേസിൽ പ്രതിക്ക് ഏറ്റവും അവസാനമായി വധശിക്ഷ തന്നെ നടപ്പിലാക്കണം എന്നുള്ള ഒരു കാര്യമാണ് CBI അടക്കം ഈ കാര്യത്തിൽ ഊന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ വളരെയധികം അധിക്ഷേപങ്ങളും വളരെയധികം പ്രക്ഷോഭങ്ങളും എല്ലാം പശ്ചിമ ബംഗാളിനെ പിടിച്ചുകുലുക്കിയ ഒരു കേസിൽ ജീവപര്യന്തം ശിക്ഷ കൊടുത്തു എന്ന് പറയുന്നത് ഇനി എത്തരത്തിൽ അതൊരു പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്നുള്ളതെല്ലാം കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. ഇന്ന് കോടതിയിലെ വാദപ്രതിവാദത്തിൽ പലതരത്തിലുള്ള വാദവും പ്രതിവാദവും എല്ലാം വലിയ രീതിയിൽ തന്നെ വന്നിരുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു.
കോടതിയിൽ പ്രതിക്ക് മാനസാന്തരത്തിന് അവസരം ഒരുക്കണം എന്നുള്ള ഒരു കാര്യം അടക്കം പ്രതിഭാഗം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രതി മാത്രമല്ല, അല്ലെങ്കിൽ സഞ്ജയ് റോയ് എന്ന് പറയുന്ന ആശുപത്രി ജീവനക്കാരൻ മാത്രമല്ല ഈ കേസിൽ പ്രതി എന്നും കാണാമറിയത്ത് ഇനിയും ഒരുപാട് പേർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യമടക്കം സഞ്ജയ് റോയിയുടെ അഭിഭാഷകനും കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജയ് റോയ്ക്ക് മാനസാന്തരത്തിന് ഒരു അവസരം കൊടുക്കണം എന്നുള്ള കാര്യം കൂടി സഞ്ജയ് റോയിയുടെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണോ ഇപ്പോൾ ഒരു ജീവപര്യന്തം എന്ന ശിക്ഷയിലേക്ക് ഒതുങ്ങിപ്പോയത് എന്നുള്ള കാര്യം കൂടി ഇനി അറിയേണ്ടതുണ്ട്. അതുല്യ. വിജിത, CBIക്കും അതുപോലെ തന്നെ വിജിത സൂചിപ്പിച്ചതുപോലെ പശ്ചിമ ബംഗാൾ സർക്കാരിനും വളരെയധികം പഴി കേൾക്കേണ്ടി വന്ന ഒരു കേസ് കൂടിയായിരുന്നു ഇത്. മമതാ ബാനർജിക്കെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടായി. ഒടുവിൽ മമതാ ബാനർജി നേരിട്ട് തന്നെ രംഗത്തിറങ്ങുകയും സമരം നയിക്കുകയും ചെയ്തു. തന്റെ തന്നെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഈ സ്ത്രീകൾക്കൊപ്പം തെരുവിലിറങ്ങി മമതാ ബാനർജി തന്നെ ഈ സമരത്തിൽ പങ്കുചേർന്നിരുന്നു. ഈ ഒരു രീതിയിൽ വലിയ വിവാദങ്ങൾക്കെല്ലാം വഴിവെച്ച ഒരു കേസായിരുന്നു. ബംഗാൾ സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചു കുലുക്കിയെന്ന് തന്നെ പറയാം. സുപ്രീം കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിട്ട് പോലും ഈ മെഡിക്കൽ കോളേജിലെയും മറ്റ് മെഡിക്കൽ വിദ്യാർത്ഥികളും ഡൽഹിയിലെയും ഭുവനേശ്വറിലെയും എയിംസിലെ അടക്കം വിദ്യാർത്ഥികൾ തെരുവുകളിൽ പുലരും വരെ സമരം ചെയ്ത ഒരു സംഭവമായിരുന്നു ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ ഈ ഒരു ബലാത്സംഗ കൊലപാതകം എന്ന് പറയുന്നത്. തങ്ങൾക്ക് നഷ്ടപരിഹാരമല്ല വേണ്ടത്, തങ്ങൾക്ക് ധനസഹായമല്ല വേണ്ടത്, നീതിയാണ് വേണ്ടത് എന്നൊരു ഉറച്ച നിലപാട് ആ പെൺകുട്ടിയുടെ കുടുംബം ഈ ഒരു കേസിൽ എടുത്തിരുന്നു. CBIക്ക് അന്വേഷണം ഏൽപ്പിക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിൽ മരിച്ച ഡോക്ടറുടെ കുടുംബത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ധനസഹായം അനുവദിക്കാൻ നിർദ്ദേശം വന്നപ്പോൾ ആ കുടുംബം പറഞ്ഞത് തങ്ങൾക്ക് ധനസഹായമല്ല വേണ്ടത്, മരിച്ചുപോയ മകൾക്ക് പകരമായി ഒരു നഷ്ടപരിഹാരം ലഭിക്കുക എന്നതിനോളം അമാനുഷികമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യത്വമില്ലാത്ത മറ്റൊന്നില്ല, ഞങ്ങൾക്ക് വേണ്ടത് നീതി മാത്രമാണ് എന്ന് ഉറച്ച നിലപാടെടുത്ത ആ കുടുംബത്തിന്റെ ഒരു നീതിക്കുള്ള പോരാട്ടത്തിന്റെ കൂടി വിധിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. CBIക്കും അതുപോലെ തന്നെ കേസ് അന്വേഷിച്ച പോലീസിനും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. ഈ കേസിന്റെ അന്വേഷണത്തിൽ ഉടനീളം വീഴ്ചകൾ ഉണ്ടായി. പോലീസ് ഈ ഒരു വിവരം കേസ് ഡയറിയിൽ രേഖപ്പെടുത്തിയ സമയം മുതൽ പ്രതിയെ കണ്ടെത്തുന്നത് വരെയുള്ള കാര്യങ്ങളിൽ ഒരു ദിവസം കൊണ്ട് പ്രതിയെ കണ്ടെത്തിയെങ്കിൽ പോലും അതിൽ വലിയ വീഴ്ചകൾ അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത്തരത്തിൽ വലിയ ഒരു നിയമപരമായി സങ്കീർണമായ ഒരു കേസിനാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വിധിയിൽ ഇത്തരത്തിൽ ജീവപര്യന്തം എന്നുള്ളൊരു വിധിയിൽ, അതുപോലെ തന്നെ ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്നുള്ള ആ ഒരു നിരീക്ഷണത്തിൽ അതിലെല്ലാം എന്തായാലും വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉയർന്നു വരുന്നില്ലേ? അതുല്യ, വളരെ ശരിയാണ്. വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉയർന്നു വരാൻ വളരെയധികം സാധ്യത കൂടുതലുള്ള ഒരു വിധി തന്നെയാണ് ഇത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ പശ്ചിമ ബംഗാളിനെ പിടിച്ചു കുലുക്കിയ ഒരു കേസ് തന്നെയായിരുന്നു ഇത്. 2024 ഓഗസ്റ്റ് 9 ഇത്തരത്തിൽ ആർജിക്കർ ഹോസ്പിറ്റലിലെ യുവ ഡോക്ടറെ ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്തു എന്നുള്ള ഒരു കാര്യം പുറത്തു വരുന്നത്. തുടർന്ന് 3 മാസത്തോളം പശ്ചിമ ബംഗാൾ ഗവൺമെന്റിനെ പിടിച്ചു കുലുക്കിയ ഒരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യ സംഘടനകൾ അടക്കം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അടക്കം രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. കൊൽക്കത്ത സിയാൽദ കോടതിക്ക് മുന്നിൽ ഇപ്പോൾ ദേശീയ പതാകയുമായി ഈ ആരോഗ്യ പ്രവർത്തകരെല്ലാം എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഓർക്കുക. വലിയ വിവാദമായിട്ടുള്ള സുപ്രീം കോടതിയിലെല്ലാം ഹൈക്കോടതിയിലെല്ലാം തന്നെ ഇടപെടലുണ്ടായ ഒരു കേസിലാണ് ഇത്തരത്തിൽ ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേസ് എടുത്ത സമയത്ത് കേസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ സമയത്തെല്ലാം തന്നെ FIR ഒരുക്കുന്നതിന് 14 മണിക്കൂറോളം താമസമുണ്ടായി. ആശുപത്രിയിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വീഴ്ചയുണ്ടായി. ആശുപത്രിയിൽ അതിനുശേഷം സമരം ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ അക്രമമുണ്ടായി എന്ന് തുടങ്ങിയ ഒരുപാടധികം അധിക്ഷേപങ്ങളും കാര്യങ്ങളും എല്ലാം വന്നിട്ടുള്ള ഒരു കേസിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വിധി വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്, എങ്ങനെയാണ് ഇത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകർ ഇത്തരത്തിലുള്ള ഒരു ചുറ്റുപാടിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കാൻ കഴിയും തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ആരോഗ്യ സംഘടനകളും എല്ലാം തന്നെ ഒരുപോലെ ഉയർത്തിയ ഒരു കേസ് തന്നെയായിരുന്നു ഇത്. ഇത്തരത്തിലൊരു കേസിലാണ് അല്ലെങ്കിൽ മമതാ ബാനർജി സർക്കാരിനെ അടക്കം മുട്ടുകുത്തിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പിടിച്ചുലച്ച ഒരു കേസ് തന്നെയായിരുന്നു. വലിയ രീതിക്ക് പ്രതിഷേധം ഉയർന്നപ്പോൾ ബലാത്സംഗ കൊലപാതകങ്ങളിൽ വധശിക്ഷ നടപ്പിലാക്കണം അല്ലെങ്കിൽ വധശിക്ഷ ഉറപ്പാക്കുന്ന പുതിയ നിയമം വരെ പശ്ചിമ ബംഗാൾ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പാസാക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
തന്നെ ഈ കേസിൽ ശിക്ഷ കുറഞ്ഞു പോയത് അത് വലിയ സർക്കാരിനും ഒരു വലിയ അടിയായിരിക്കുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം വധശിക്ഷ ഉറപ്പാക്കണമെന്ന് പ്രോസിക്യൂഷനും അതുപോലെ തന്നെ ഈ യുവതിയുടെ കുടുംബവും എല്ലാവരും ഒരുപോലെ ആവശ്യപ്പെട്ട ഒരു കേസിലാണ് ഇപ്പോൾ ജീവപര്യന്തം എന്ന ഒരു ശിക്ഷയിലേക്ക് അത് വെട്ടിക്കുറച്ചിരിക്കുന്നത് എന്നതുകൂടി പറയേണ്ടിയിരിക്കുന്നു അതുല്യ. ഈ കേസിനെ ഏറ്റവും വ്യത്യസ്തമാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ അരമണിക്കൂറിനുള്ളിലാണ് ഈ കൊലപാതകവും ബലാത്സംഗവും അടക്കമുള്ള കുറ്റകൃത്യം നടത്തി പ്രതി ആ സെമിനാർ ഹാളിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത് എന്നതാണ് FIR-ലും അതുപോലെ തന്നെ CBIയുടെ അവസാന അന്തിമമായി സമർപ്പിച്ച റിപ്പോർട്ടിലും പറയുന്നത്. ഈ കൃത്യം CCTV ദൃശ്യങ്ങളിൽ ഇയാൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ധരിച്ച് സെമിനാർ ഹാളിലേക്ക് നടന്നു പോകുന്നതും അവിടെ നിന്ന് അയാൾ പുറത്തേക്ക് വരുന്നതും തമ്മിലുള്ള ആ സമയ വ്യത്യാസത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് കേവലം അരമണിക്കൂറാണ്. ആ അരമണിക്കൂറിനുള്ളിൽ ഇത്തരത്തിൽ 31-കാരിയായ ഈ ഡോക്ടറെ ശ്വാസം മുട്ടിച്ചും ചെറുത്തുനിൽപ്പിനിടെ ശാരീരികമായി ഓവർ പവർ ചെയ്തുകൊണ്ടും അവരെ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത് ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന കുറ്റകൃത്യമല്ല എന്ന രീതിയിൽ വലിയ വാദങ്ങളും ചർച്ചകളും വന്നിരുന്നു. പക്ഷേ ഈ ഒരു കേസിൽ ഒരേ ഒരു പ്രതിയെ മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്, ഒരേ ഒരു പ്രതിയെ മാത്രമാണ് അതിൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളത്, അത് സഞ്ജയ് റോയ് മാത്രമാണ്. ആ കാര്യത്തിൽ ഇത്തരത്തിൽ പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. കേസിൽ മറ്റ് പ്രതികൾ ഉണ്ടായേക്കാമെന്നും ആ രീതിയിൽ അന്വേഷണം പോയിട്ടില്ല എന്നുള്ളതും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്ന ഈ വിധിയെ സംബന്ധിച്ചിടത്തോളം കേസന്വേഷണം കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ആ രീതിയിലുള്ള നിയമ നടപടികളിലേക്ക് നീങ്ങുന്നുണ്ടോ? അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയും തുടർ നടപടികളിലേക്ക് നീങ്ങും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്കും പറയാൻ കഴിയുന്നത്. കാരണം ഉറപ്പായിട്ടും വധശിക്ഷ നടപ്പിലാക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന ഒരു കേസിലാണ് ഇപ്പോൾ ജീവപര്യന്തം എന്നുള്ള ശിക്ഷയിലേക്ക് വെട്ടിക്കുറച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രോസിക്യൂഷനും വധശിക്ഷ വേണം എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനേക്കാളൊക്കെ ഉപരി ഈ കേസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രതിഭാഗം വാദത്തിലെല്ലാം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് പ്രതിയുടെ മാനസിക നില പരിശോധിക്കണം. അതുപോലെ തന്നെ പ്രതി മാത്രമല്ല ഈ ഒരു കേസിലുള്ളത്, ഒളിഞ്ഞിരിക്കുന്ന ഇനിയും ആളുകൾ പുറത്തു വരാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണോ ഇത്തരത്തിലൊരു നടപടി എന്നുകൂടി നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം പ്രതിയുടെ മാനസിക നില പരിശോധിക്കണം എന്നതിലൂടെ പ്രതിക്ക് മാനസാന്തരത്തിന് ഒരു അവസരം കൊടുക്കണം എന്നുള്ള കാര്യം കൂടി കോടതിയിൽ പറയുകയുണ്ടായിരുന്നു പ്രതിഭാഗം. എന്നാൽ ഈ ഒരു കാര്യത്തിൽ അതുല്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യുവതിയുടെ കുടുംബവും ഇത്തരത്തിലൊരു സംശയം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും പ്രതി ഒറ്റയ്ക്കല്ല ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്, ഇതിന് പിന്നിൽ ഇനിയും ആളുകൾ ഉണ്ടാവാം എന്നുള്ള സംശയം ഈ യുവതിയുടെ കുടുംബവും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും യുവതിയുടെ കുടുംബം ആരോപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കേസ് നടപടികൾ ശരിയല്ല എന്നുള്ള രീതിയിൽ CBIയിലേക്ക് അന്വേഷണം പോയപ്പോഴും CBI അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചപ്പോഴും അതിലും സഞ്ജയ് റോയ് മാത്രമാണ് പ്രതി എന്നുള്ളൊരു കാര്യമാണ് പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇനിയും ഇതിൽ ആളുകളുണ്ട് എന്നുള്ളൊരു കാര്യം യുവതിയുടെ കുടുംബവും അതുപോലെ തന്നെ BJP സർക്കാരും എല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ തന്നെ ഉന്നയിക്കുകയും അതിന്റെ പേരിൽ ഒരുപാടധികം ചർച്ചകളുമെല്ലാം വന്നിരുന്നു. ഇത്തരത്തിൽ ഒരാൾ മാത്രമല്ല പ്രതി എന്നുള്ള കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് തന്നെയാണ് യുവതിയുടെ കുടുംബം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുല്യ, വിജിത, ഈ ഒരു കേസിൽ സഞ്ജയ് റോയ് മാത്രമല്ല പ്രതി എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുമ്പോഴും നമ്മൾ എത്തി നോക്കാത്ത മറ്റൊരു ഭാഗമുണ്ട്. ഈ കുട്ടിയുടെ ഈ വനിതാ ഡോക്ടറുടെ